നമസ്കാരം പ്രിയപ്പെട്ടവരെ, വളരെ വിഷമകരമായിട്ടുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ കുറച്ച് മുമ്പ് കേട്ടത്. ഇന്നലെ രാത്രി ജുനൈദ് എന്ന് പറയുന്ന ഒരു ബ്ലോഗർ, ഇദ്ദേഹം ഇൻസ്റ്റാഗ്രാമിലൊക്കെ നല്ല ഫോളോവേഴ്സ് ഉള്ള ആളാണ്, യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ ഒരുപാട് റീൽസ് ഒക്കെ ചെയ്യുന്ന ആളാണ്, ഡബ്മാഷ് വീഡിയോസ് ചെയ്യുന്ന ആളാണ്. ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടമുള്ള ഒരു മുഖമാണ് ഈ ജുനൈദ് എന്ന് പറയുന്ന ഈ ഒരു വ്യക്തി. ഇദ്ദേഹം 32 വയസ്സാണ് ഉള്ളത്. ഇദ്ദേഹത്തിൻ്റെ മരണ വാർത്ത ശരിക്കും പറഞ്ഞാൽ ഞെട്ടലോടെയാണ് കേട്ടത്. കാരണം ഇദ്ദേഹത്തിൻ്റെ ഒരുപാട് വീഡിയോസൊക്കെ ഞാൻ കാണാറുണ്ട്. അത്യാവശ്യം നല്ല ഇടുന്ന വീഡിയോസിനൊക്കെ നല്ല റീച്ച് കിട്ടും. അവസാനമായിട്ട് ഇട്ട ഒരു വീഡിയോ, അതായത് ഈ മരിച്ചു എന്ന് പറയുന്നതിന് തൊട്ട് മുമ്പ് ഇട്ടിട്ടുള്ള ഒരു വീഡിയോ 2.2 മില്യൺ വ്യൂവേഴ്സാണ് ആ ഒരു വീഡിയോയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. സംഭവം ഇത് കേട്ടറിയുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് വിഷമം തോന്നുന്നുണ്ട്. ആക്സിഡൻ്റ് ആണ് സംഭവിച്ചതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇന്നലെ രാത്രി ജുനൈദ് സ്റ്റേഷനിൽ പോയി ഒപ്പിട്ടിട്ട് വരുന്ന വഴിക്ക് ആക്സിഡൻ്റ് ഉണ്ടായി. ചോര വാർന്ന് പോയ നിലയിലാണ് പുള്ളിനെ കണ്ടത്. അതായത് അടുത്തൂടെ പോയിട്ടുള്ള ബസ് ജീവനക്കാരാണ് ജുനൈദിനെ ഹോസ്പിറ്റലിൽ എത്തിച്ചതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ജുനൈദിനെതിരെ മുമ്പ് ഒരു പീഡന കേസുണ്ടായിരുന്നു. ആ കേസിൽ ജുനൈദ് ജാമ്യത്തിൽ ഇറങ്ങിയതേ ഉള്ളൂ. ജാമ്യത്തിൽ ഇറങ്ങി സ്റ്റേഷനിൽ പോയിട്ട് ഒപ്പിട്ടിട്ട് വീട്ടിലേക്ക് പോകുന്ന വഴിക്കാണ് ഈ ഒരു അപകടം സംഭവിച്ചെന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്നാൽ സോഷ്യൽ മീഡിയയിൽ പലതരത്തിലുള്ള വാർത്തകൾ വരുന്നുണ്ട്, ഇതിനകത്ത് ദുരൂഹതയുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. എന്തായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരുമ്പോഴത്തേക്കും നമുക്ക് അറിയാൻ സാധിക്കും അത്തരത്തിൽ എന്തെങ്കിലും ഉണ്ട്. പിന്നെ ഒരാൾ മരണപ്പെട്ട് കഴിയുമ്പോഴത്തേക്കും അതിനെക്കുറിച്ചിട്ട് നല്ലതും ചീത്തതും പറയുന്ന ആൾക്കാരാണല്ലോ കൂടുതലായിട്ട് നമ്മൾ സാധാരണ കാണാറുള്ളത്. എന്താണേലും ജുനൈദിൻ്റെ ഖബറടക്കം ഇന്ന് വൈകുന്നേരത്തോടുകൂടി നടക്കും. മഞ്ചേരി മലപ്പുറം സ്വദേശിയാണ് പുള്ളീനെ അറിയാത്ത ആരും തന്നെ ഇല്ല. പുള്ളിയുടെ അവസാനത്തെ ആ ഒരു വ്ളോഗ് ശരിക്കും പറഞ്ഞാൽ കണ്ട് ഭയങ്കരമായിട്ടൊരു വിഷമം തോന്നുന്നുണ്ട്. കാരണം നമ്മളും ഈ യൂട്യൂബ് മേഖലയിലും അല്ലെങ്കിൽ ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമ്മൾ വീഡിയോ ഒക്കെ ചെയ്യുന്ന ഒരു സഹപ്രവർത്തകൻ, എപ്പോഴും കാണുന്ന ഒരാൾ, വ്യത്യസ്തമായിട്ടുള്ള ചിരിച്ചുകൊണ്ടുള്ള ഒരുപാട് വീഡിയോസും വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ കണ്ടിട്ടുള്ള ഒരാൾ പെട്ടെന്ന് നമ്മളിങ്ങനെ കേൾക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഷോക്കായി പോകും. കാരണം എന്താണ് ജുനൈദിന് സംഭവിച്ചതെന്നുള്ളത്. പലരും വരുന്ന സമൂഹ മാധ്യമങ്ങളിൽ വരുന്ന വാർത്ത ഇദ്ദേഹം മദ്യപിച്ചിട്ടാണ് വണ്ടി ഓടിച്ചതെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കുറേ കമൻറ്റുകളൊക്കെ വരുന്നുണ്ട്. എന്തായാലും ജുനൈദ് അവസാനമായിട്ട് ചെയ്തിട്ടുള്ള ആ ഒരു വീഡിയോയിൽ അദ്ദേഹത്തിൻ്റെ വീഡിയോ കാണുന്ന ഒരു ആരാധകൻ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഫോളോവർ ഒരു കമൻ്റ് ഇട്ടു. ആ കമൻറ്റ് പിൻ ചെയ്ത് വെച്ചുകൊണ്ടാണ് ജുനൈദ് അവസാനമായിട്ടൊരു വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. എന്താണ് പറയേണ്ടതെന്ന് പോലും അറിയത്തില്ല. ഒരുപാട് വിഷമം തോന്നുന്നുണ്ട്. നമുക്ക് എന്തായാലും ജുനൈദിൻ്റെ ആ 2-3 വീഡിയോ ഒന്ന് കണ്ടിട്ട് ഈ അപകടം സംഭവിച്ചതിനെ കുറിച്ചിട്ടൊരു വാർത്ത പല ഓൺലൈൻ മാധ്യമങ്ങളിലും ഇപ്പോൾ ദൃശ്യമാധ്യമങ്ങളിലൊക്കെ ഇതിനെക്കുറിച്ചിട്ടുള്ള വാർത്തകൾ വരുന്നുണ്ട്. നമുക്ക് എന്തായാലും ജുനൈദിൻ്റെ ആ ഒരു വീഡിയോ ഒന്ന് കാണാം. കണ്ടിട്ട് ഇതാണ് ജുനൈദിന്റെ ആ ഒരു ലാസ്റ്റത്തെ വീഡിയോ. അതിനകത്ത് നിങ്ങൾക്ക് കാണാം, ആ ഒരു കമന്റ് കാണാം. നല്ല ആസാമി ലുക്ക് ഉണ്ടല്ലോ ബ്രോ, കണ്ണ് വിസിലടിച്ച് പൊളിക്കും. പുള്ളിയുടെ ഒരു ഫോളോവർ ഇട്ടത് ഒരു മെസ്സേജാണ്. അത് എടുത്തിട്ടിട്ടാണ് പുള്ളി വീഡിയോ ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ പഞ്ചാബികൾക്ക് സിംഗ് കൂട്ടി വിളിക്കുന്നത് അഭിമാനം. और तू मुझे बुला सकता है മല്ലു സിംഗ്. ഇനി ഇത്തരത്തിലുള്ള വീഡിയോകളൊന്നും നമുക്ക് കാണാൻ സാധിക്കത്തില്ല. കാരണം ഇതിൻ്റെ പഴയ വീഡിയോസൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ കാണാൻ സാധിക്കും. ഒരുപാട് വിഷമം തോന്നുന്നുണ്ട്. എന്താണ് പുള്ളിക്ക് സംഭവിച്ചത് അല്ലെങ്കിൽ ഈ അപകടം എങ്ങനെയാണ് ഉണ്ടായെന്നുള്ളതിനെ കുറിച്ചിട്ടൊന്നും നമുക്കറിയില്ല. ഇന്നലെ രാത്രിയാണ് ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. അതിൻ്റെ ഒരു വാർത്ത വന്നിട്ടുണ്ട്, നമുക്ക് അതും കൂടെ ഒന്ന് കേട്ടു നോക്കാം. മഞ്ചേരിയിൽ അപകടത്തിൽപ്പെട്ട് മരിച്ച വ്ളോഗർ ജുനൈദിന്റെ സംസ്കാരം ഇന്ന് നടക്കും. വഴിക്കടവ് പൂവത്തിങ്കൽ ജുമാ മസ്ജിദിൽ വെച്ച് വൈകിട്ടോടെയാണ് ഖബറടക്കം നടക്കുക. ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം ജുനൈദിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചു. അതിനിടെ ജുനൈദ് വാഹനാപകടത്തിൽ മരിച്ച സംഭവത്തിൽ അസ്വാഭാവികത ഉണ്ടോയെന്ന് മഞ്ചേരി പോലീസ് അന്വേഷണം ആരംഭിച്ചു. മരണത്തിൽ ജുനൈദിന്റെ കുടുംബം പരാതി നൽകിയിട്ടില്ലെങ്കിലും സോഷ്യൽ മീഡിയയിൽ ചിലർ അപകടത്തിൽ ദുരൂഹത ആരോപിച്ചതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് പോലീസിന്റെ അന്വേഷണം. അപകടം നടന്ന സ്ഥലത്തെ CCTV ദൃശ്യങ്ങൾ പോലീസ് പരിശോധിക്കും. ജുനൈദ് അപകടകരമായ രീതിയിൽ വാഹനം ഓടിക്കുന്നുവെന്ന് പോലീസ് കൺട്രോൾ റൂമിലേക്ക് ഒരാൾ വിളിച്ചറിയിച്ചിരുന്നു. ഇയാളെ കണ്ടെത്തി മൊഴി രേഖപ്പെടുത്തും. കോഴിക്കോട് വഴിക്കടവ് സംസ്ഥാന പാതയിൽ ഇന്നലെ വൈകിട്ട് 5:30 അപകടം സംഭവിച്ചത്. മഞ്ചേരിയിൽ നിന്ന് വഴിക്കടവ് ഭാഗത്തേക്ക് വരുമ്പോഴായിരുന്നു അപകടം. മഞ്ചേരി തൃക്കലങ്ങോട് മരത്താണി വളവിൽ റോഡരികിലെ മൺകുണിയിൽ തട്ടി ബൈക്ക് മറിഞ്ഞാണ് അപകടമുണ്ടായത് എന്നാണ് നിഗമനം. അപകടം നടന്ന മഞ്ചേരി കാരക്കുന്ന് മരത്താണി വളവ് സ്ഥിരം അപകട മേഖലയാണ് എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. റോഡരികിൽ രക്തം വാർന്ന നിലയിൽ കിടക്കുന്ന ജുനൈദിനെ ബസ് ജീവനക്കാരാണ് ആദ്യം കണ്ടത്.
അപകടത്തെ തുടർന്ന് ജുനൈദിന്റെ തലയ്ക്ക് പിന്നിൽ മുറിവേറ്റിരുന്നു. മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. തലയുടെ പിൻഭാഗത്താണ് പരിക്കേറ്റത് എന്ന് പോലീസ് പറഞ്ഞു. അറിയപ്പെടുന്ന ടിക്ടോക്ക് താരവും വ്ളോഗറുമാണ് ജുനൈദ്. ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ട യുവതിയെ പ്രണയം നടിച്ച് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചുവെന്ന കേസിൽ ജുനൈദിനെ നേരത്തെ മലപ്പുറം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ബംഗളൂരു എയർപോർട്ട് പരിസരത്ത് വെച്ചാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഈ കേസിൽ ഒരാഴ്ച മുൻപാണ് ജാമ്യം ലഭിച്ചത്. കേസിന്റെ ഭാഗമായി മലപ്പുറം പോലീസ് സ്റ്റേഷനിൽ ഒപ്പിട്ട് വഴിക്കടവിലെ വീട്ടിലേക്ക് വരുന്നതിനിടെയാണ് അപകടം സംഭവിച്ചത്. വഴിക്കടവ് ആലപ്പുഴയിൽ ചോയത്തല വീട്ടിൽ ഹംസയുടെയും സൈറാബാനുവിന്റെയും മകനാണ് 32-കാരനായ ജുനൈദ്. അതേസമയം ജുനൈദിന്റെ വാഹനാപകട മരണത്തിൽ ദുരൂഹതയുണ്ട് എന്ന് സംവിധായകൻ സനൽകുമാർ ശശിധരൻ പറഞ്ഞു. ഒരു പീഡന പരാതിയിൽ അറസ്റ്റിലായതിനു ശേഷം വ്ളോഗർ ജുനൈദ് അപകടത്തിൽ മരിച്ചു എന്ന വാർത്തയാണ് കണ്ടത്. നിരപരാധിയാണോ അല്ലയോ എന്ന് ഇനി തെളിയിക്കാൻ കഴിയില്ല. മരിച്ചതാണോ കൊന്നു തള്ളിയതാണോ എന്നും അറിയില്ല എന്നാണ് തന്റെ ഫേസ്ബുക്ക് പേജിൽ പങ്കുവച്ച കുറിപ്പിൽ സനൽകുമാർ പറഞ്ഞിരിക്കുന്നത്. സനൽകുമാറിന്റെ കുറിപ്പ് ഇങ്ങനെയാണ്: വളരെയേറെ ദുരൂഹതയുള്ള ഒന്നാണ് ഈ മരണം. കുറച്ചുനാൾ മുൻപ് ഒരു പീഡന പരാതിയിൽ ഇയാൾ അറസ്റ്റിലായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് അയാൾക്കെതിരെയുണ്ടായ ഒരു ഹേറ്റ് ക്യാമ്പയിൻ ശ്രദ്ധിച്ചപ്പോൾ അത് സ്വാഭാവികമായി ഉണ്ടാകുന്നതിനേക്കാൾ വലിയ അളവിലുള്ളതാണ് എന്ന് തോന്നി. അയാൾ ആ കേസ് നിഷേധിച്ചുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിട്ടുള്ളതായി ഒരു യൂട്യൂബ് ചാനലിൽ കണ്ടു. അതിൽ പക്ഷേ അയാൾ പറയുന്നത് കേൾപ്പിക്കുകയല്ല ചെയ്തിരിക്കുന്നത്. അയാൾ പറയുന്നതിനെ ഇടയ്ക്ക് മുറയ്ക്ക് മുറിച്ച് കളിയാക്കിക്കൊണ്ടുള്ള ഒന്നാണ്. അയാളുടെ വ്ളോഗ് നോക്കാൻ വേണ്ടി കുറെ വാർത്തകൾ തപ്പി. ഒന്നിലും അയാളുടെ മുഴുവൻ പേരില്ല. ഏതാണ് അയാളുടെ വ്ളോഗ് എന്നില്ല. വ്ളോഗർ ജുനൈദ് അപകടത്തിൽ മരിച്ചു എന്ന് മാത്രം. അയാൾ നിരപരാധിയാണോ അല്ലയോ എന്ന് ഇനി തെളിയിക്കാൻ അയാൾക്ക് കഴിയില്ല. അയാളെ പുലഭ്യം പറഞ്ഞുകൊണ്ടുള്ള വീഡിയോകളും പോസ്റ്റുകളും കൊണ്ട് പൊതുമണ്ഡലം നിറഞ്ഞു നിൽക്കുമ്പോഴാണ് അയാൾ മരിച്ചു പോയിരിക്കുന്നത്. മരിച്ചതാണോ കൊന്നു തള്ളിയതാണോ എന്ന് പോലും അറിയില്ല. എന്തായാലും അയാൾക്ക് പറയാനുള്ളത് എന്താണ് എന്ന് കേൾക്കാതെ അയാളെ വിധിച്ചവർക്ക് ഇനി സത്യം എന്തായാലും പ്രശ്നമില്ല. അവർ അടുത്ത ഇരയെ തേടും എന്ന് പറഞ്ഞുകൊണ്ടാണ് സനൽകുമാറിന്റെ പോസ്റ്റ് അവസാനിക്കുന്നത്. സത്യത്തിൽ ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെ ഒരുപാട് വരുന്നുണ്ട്. കാരണം ഈ ജുനൈദ് എന്ന് പറയുന്ന ഈ വ്ളോഗർ ഇദ്ദേഹം ചെയ്ത് തെറ്റാണോ ശരിയാണോ ഇല്ലേ എന്നുള്ളത് തെളിയിക്കാനായിട്ടുള്ള ഒരു സമയം പോലും കൊടുത്തില്ല എന്നുള്ളത്. എല്ലാം എന്താ പറയുക, ഇതിനകത്ത് ദുരൂഹത ഉണ്ടോ ഇല്ലേ എന്നുള്ളതിനെ കുറിച്ച് അറിയാം. കാരണം 32 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ പെട്ടെന്ന് വണ്ടി മറിഞ്ഞു വീണ് തല പോയി അടിച്ച് തലേൻ്റെ പിന്നിൽ മുറിവുണ്ടായിരുന്നു എന്നാണ് അറിയുന്നത്. എങ്ങനെയാണ് അപകടം ഉണ്ടായത്, എങ്ങനെയാണ് മരണപ്പെട്ടതെന്നൊക്കെ ഇനി വിശദമായിട്ടുള്ള ഒരു അന്വേഷണത്തിലൂടെ മാത്രമേ ഇത് തെളിയത്തുള്ളൂ. ഇതിപ്പം ഒരു ദുരൂഹതയിലേക്കാണ് ഇപ്പോൾ കൊണ്ടു നിർത്തിയിരിക്കുന്നത്. കാരണം ഇപ്പോൾ പല ആൾക്കാർക്കും ജുനൈദിനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട്. അവർക്കൊക്കെ ഇതിൻ്റെ ഒരു സത്യം ഇനിയിപ്പോൾ എന്തായാലും അറിയേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ വിശദമായിട്ടുള്ള ഒരു അന്വേഷണം ഇതിലാവശ്യമാണ് എന്ന് തന്നെയാണ് ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവർ എന്ന നിലയിൽ എൻ്റെയും ഒരു ആവശ്യം അത് തന്നെയാണ്. എന്തായാലും താങ്ങാൻ പറ്റുന്നതിലൊക്കെ അപ്പുറമാണ്. ആ കുടുംബത്തിന് സർവശക്തൻ എല്ലാവിധ അത് ക്ഷമിക്കാനൊക്കെ ഉള്ള ശക്തി കൊടുക്കട്ടെ എന്ന് മാത്രമേ ഈ ഒരു അവസരത്തിൽ ഞാൻ പറയുന്നുള്ളൂ. അടുത്തൊരു വീഡിയോ കാണാം.